അപ്പൊ നമുക്ക് നോക്കാം അല്ലേ? അടി എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു അടി നമ്മുടെ ജീവിതത്തിൽ കാണാൻ പറ്റില്ല. സഹകരിക്കണം കേട്ടോ. എങ്ങും കനത്ത നിശബ്ദത. ഇരുട്ടിൽ നിന്നും ഒരാൾ പ്രത്യക്ഷപ്പെടുന്നു. ൂറിന്റെ നിറവിലെത്തിയെന്ന് മാത്രമല്ല, പുതിയ കേരളത്തിന്റെ അടിത്തറയിടുന്ന ഒരു ഫലമായിരിക്കും തൃക്കാക്കരയിൽ നിന്ന് ലഭിക്കുന്നത്. രണ്ടാം പിണറായി സർക്കാരിൽ നിന്നും തുടർച്ചയായി LDF ഭരണം ലഭിക്കുന്നതിലേക്ക് കേരളത്തെ എത്തിക്കും. ആത്മവിശ്വാസത്തോടെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. അറിയാവുന്ന ആരെ കൊണ്ടെങ്കിലും താൻ രക്ഷ എഴുതി കെട്ടിച്ചോ. തനിക്കാണ്ട് വലിയ കുഴപ്പം തുടങ്ങുക. കോൺഗ്രസിന്റെ കേരളത്തിലെ കാരണവരെ തിരുത്തുന്ന പുതിയ നേതൃത്വം, ഈ നേതൃത്വം പക്വതയില്ലാത്ത ഈ നേതൃത്വത്തിന്റെ കയ്യിൽ കേരളം ഭദ്രമല്ല. വായും പൊളിച്ചിരുന്നാ മതി. അങ്ങാടി തോറ്റന് അമ്മയുടെ അടുത്ത് കുതിര കയറുന്നതിനാ. കുറെ നാളായി നിന്നെ കൈ കിട്ട കാത്തിരിക്കുകയായിരുന്നു ഞാൻ. ശ്രീ അനിൽകുമാർ, അദ്ദേഹത്തിനൊരു എനിക്കും ഒരു കുടുംബമുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ വാചകം എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്നിങ്ങനെ ആലോചിക്കുക. ശരിക്കും നോക്ക്, നിനക്ക് മനസ്സിലായോ? ഒറ്റ കാര്യത്തിൽ എനിക്ക് സംശയമുള്ളൂ. എന്തിലാ? അപ്പൊ ഞാൻ എന്റെ ഫോണിൽ പരതിയപ്പോ എനിക്ക് ആ വീഡിയോ കിട്ടി. അതെനിക്കിട്ട ഊന്നാണല്ലോ. എന്ന ചോദ്യം ചോദിക്കുന്ന ആളുടെ പേര് ഗോപി കോട്ടമുറിക്കൽ. ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞു പോയിന്നുള്ളൂ. ആരാ ഗോപി കോട്ടമുറിക്കല്? എറണാകുളത്തെ CPM ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആള്. കാറൽ മാക്സിന്റെ മൂലധനം വായിക്കുക മാത്രമല്ല, മൂലധനത്തിനകത്ത് ഒളിക്യാമറ വെച്ച് വൃത്തികേട് ആണല്ലോ. മനുഷ്യനെ കുറച്ചൊക്കെ ഇതൊക്കെ വേണം. സപ്പോസ് എന്തെങ്കിലുമൊക്കെ വേണം. സമുന്നതനായ നേതാവിനെ പുറത്താക്കാനുള്ള അധമ പ്രവൃത്തി നടത്തിയ ഒരു പാർട്ടിയുടെ പ്രതിനിധി. തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല. നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടാ. ഞാനിവിടെ കിടന്ന് തീ തിന്ന, കുറച്ചുകൂടെ തീ തിന്നുക, എന്നിട്ട് അതിന്റെ കൂടെ കുറച്ച് മണ്ണോടെ കഴിച്ചോളൂ. ഒന്ന് ആളി പടരട്ടെ. ഇവര് പണ്ട് തൊട്ടേ പീസ് വീഡിയോയുടെ ആളുകളാ, ബിറ്റ് വീഡിയോയുടെ ആളുകളാണ്. ഭയങ്കര. അപ്പൊ ഈ CPM ഗ്രൂപ്പിൽ വന്ന ബിറ്റ് വീഡിയോ മാത്രമേ ശ്രീ അനിൽകുമാർ പ്രതിപക്ഷ നേതാവിന്റെ കണ്ടിട്ടുള്ളൂ. പോട്ടെ, കൂടുതൽ എന്നെ നാറ്റിക്കരുത്. പിന്നെ കാണാം. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട് കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ചുവന്ന സ്വിച്ച് അമർത്തി. അമർത്തി. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.